ഹലോ, ഞാൻ ഇപ്പോൾ പ്രതിപാദിക്കുന്നത് തുമ്പച്ചെടിയെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ ധാരാളമായി പണ്ട് വന്നിരുന്നു. ഇപ്പോൾ വളരെ അപൂർവമാണ്. പശ്ചിമഘട്ട മലനിരകൾ ഇത് ധാരാളമായി കണ്ടുവരുന്നു. റബ്ബറിൻ്റെ അധീനതയിലും അതുപോലെ തന്നെ നമ്മുടെ കളനാശിനും കാരണങ്ങൾ കൊണ്ട് ഈ തുമ്പച്ചെടി നാമാവശേഷമായിരിക്കുന്നു. ഇപ്പോൾ അപൂർവമായിട്ട് അവിടെ ഇവിടെ കണ്ടുവരുന്നു. ഇതിൻ്റെ പ്രത്യേകത, ഇത് ആയുർവേദ ഒരു മരുന്നാണ്. ഇത് നമ്മുടെ ചുക്ക് കാപ്പി ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇല ഇട്ട് ഒരു 3-4 ഇല ഇട്ട് നമുക്ക് കുടിച്ചു കഴിഞ്ഞാൽ പനിയും ജലദോഷം പെട്ടെന്ന് മാറും എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ മൂക്കടി അടയുന്ന സമയത്ത് ഇതിൻ്റെ ഇല നല്ല ചുരുട്ടിയിട്ട് അതിനെ നീരുറ്റിക്കുകയോ മൂക്കിലേക്ക് ഉറ്റിക്കുകയോ അല്ലെങ്കിൽ വാസരിക്കുകയോ ചെയ്താൽ പെട്ടെന്ന് മൂക്കടപ്പ് മാറും എന്ന് പറയുന്നു. ഇതിൻ്റെ നമ്മുടെ പൂവ് വെള്ളപ്പൂവാണ്. ഇതാണ് പൂവ്. ഈ പൂവ് പണ്ട് കുട്ടികൾ കളിച്ചിരുന്നു. ഓണക്കാലത്ത് മാത്രമാണ് ഇത് പൂക്കുന്നത്. പണ്ടൊക്കെ കുമ്പിളിൽ നിറച്ചും തുമ്പപ്പൂ കിട്ടിയിരുന്നു. ഇപ്പോൾ കിട്ടുന്നില്ല. ഇത് പിന്നെ ഒരു 15 സെൻറ്റിമീറ്റർ 20 സെൻറ്റിമീറ്റർ മാത്രം ഹൈറ്റ് വരുന്ന ഒരു ചെടിയാണ്. നമ്മുടെ വളമുള്ള സ്ഥലത്ത് പെട്ടെന്ന് വലിയ ഹൈറ്റിൽ ഇത് പൊന്തി വരുന്നു. ഇത്ര വരെ ഹൈറ്റ് വരും. ഇതിൻ്റെ മൂട് നല്ല വേരുപടലമുണ്ട്. ഇത് ഒരു നല്ല പ്രത്യേക സുഗന്ധമാണ് ഇതിന്. അതുകൊണ്ട് നിങ്ങളുടെ ചെടിത്തോട്ടത്തിൽ ഈ തുമ്പച്ചെടിയുടെ ചെടി എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് നട്ടുപിടിപ്പിക്കണം. ഐശ്വര്യമാണ്. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് വിത്തറ്റ് പോവുകയാണ്. അതുകൊണ്ട് ഈ ചെടി ഇപ്പോഴത്തെ കുട്ടികൾ, 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലുള്ള കുട്ടികൾ ഈ തുമ്പച്ചെടിയെക്കുറിച്ച് കണ്ടിട്ടില്ല, അവർക്ക് അറിയില്ല. അതുകൊണ്ട് ക്ലാസ്സിൽ നമ്മുടെ സ്കൂളിൻ്റെ മുറ്റത്ത് നിർബന്ധമായും ഈ തുമ്പച്ചെടി നിങ്ങൾ നട്ടുപിടിപ്പിക്കണം. എന്നെങ്കിൽ മാത്രമേ യുവതലമുറയ്ക്ക് ഈ തുമ്പച്ചെടിയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിർബന്ധമായി നിങ്ങൾ ഈ തുമ്പച്ചെടിയെ സംരക്ഷിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇത് വേനൽക്കാലത്ത് മഴ അവസാനത്തോടു കൂടി ഈ തുമ്പച്ചെടിയുടെ പൂവിൽ നിന്നും വിത്ത് മണ്ണിലേക്ക് പോകുന്നതാണ്. അങ്ങനെ വേനൽക്കാലത്ത് ആ മണ്ണിൽ ആ വിത്ത് കിടക്കും. മഴ വരുന്ന സമയത്ത് വിത്ത് മണ്ണിൽ നിന്നും മുളച്ചു വരും. ഒരു കടുകുമണി പോലെയാണ് ഇതിൻ്റെ വിത്ത്. ഇതിൻ്റെ വിത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പൂവ് പൂത്തതിന് ശേഷമുള്ള ഈ സ്ഥലത്താണ് ഇതിന് വിത്ത് ഉണ്ടാവുക. ഈ വിത്ത് ഭൂമിയിലേക്ക് പതിക്കുകയും അങ്ങനെ വേനലിൽ ആ മണ്ണിൽ കിടക്കുകയും പെട്ടെന്ന് തന്നെ മഴ വരുന്ന സമയത്ത് മുളച്ചു വരികയും ചെയ്യും. തുമ്പ എവിടെയാണോ ഉള്ളത് അവിടെ വീണ്ടും മുളച്ചു വരും. അതുകൊണ്ട് നിങ്ങളുടെ ചെടിച്ചട്ടിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡനിൽ ഈ പൂ ഉണ്ടാവാൻ വേണ്ടി തുമ്പച്ചെടി എവിടെ നിന്ന് കിട്ടിയാൽ നിങ്ങൾ പറിച്ച് നടണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. ഓക്കെ.